98-99 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കുന്നതായിരിക്കും. പാവാടയും കുപ്പായം മാറ്റി ചുരിദാറക്കാൻ ഓർഡർ വന്നിട്ട് ചില കുട്ടികൾക്കൊന്നും അതിൽ നിന്ന് മോചനം കിട്ടില്ലല്ലോ മാഷേ. അതൊക്കെ അത്ര പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഏറെക്കുറെ 90% കുട്ടികളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഒറ്റ നെറ്റയും കുട്ടികളല്ലേ, ഓൾക്കൊക്കെ പിന്നെ ഒറ്റ കാരണേ ഉണ്ടാവും. അത് ശരി. അപ്പോ ഈ തയ്യൽ കട തുറന്നില്ല, തയ്യൽ കട തിരക്കാണ്. അതാണേ. അതെ 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 അതെ. എന്താടാ ഷിജു പി കെ? അവരിത് അവിടെ ഡെസ്കിൽ വൃത്തിയോട് കാണിക്കുന്നത്. ആര്? എവിടെ? അതാ അവര്. ശ്രദ്ധിക്കുക, ഈ വർഷത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം എന്താണ് കാണിക്കുന്നത്? അവിടെ എല്ലാവരും ഇലക്ഷന്റെ റിസൾട്ട് കാത്തു നിൽക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കലാപരിപാടി. ഒറ്റിക്കൊടുത്താണല്ലോടാ. ഈ വലിയ മുന്തിയ പലഹാരാണല്ലോ കാണിച്ചിട്ടുണ്ട് തന്നെ. എന്ത് മെഞ്ഞാ നിങ്ങൾ ഇക്കിട്ട് ട്രോസർ അടിച്ചില്ലായിനോ? ഇതതിനുള്ള കൂട്ടിയാതിട്ടോ എന്ന് മെഞ്ഞാ നിന്റെ ബാഗിൽ മുത്തിച്ചിപ്പുള്ള കാര്യം ഞാൻ വിജയന്റെ അടുത്ത് ഉറക്ക വിളിച്ചറിഞ്ഞെടുത്ത് എന്തിനാ? ഒരു സുഖത്തിന്. അന്ന് അതിന്റെ സുഖത്തിനാന്ന് വിചാരിച്ചാതിട്ടോ. ഹിജു ഇതാ വരുന്ന കുറച്ചിറക്കി. അല്ലടോ, എവിടെ പോയി കിടക്കവന്? ഓന്റെ കൂട്ടിയല്ലേ കാൻഡിഡേറ്റ്? എന്തോന്നവൻ ഈ ഇലക്ഷൻ ദിവസമെങ്കിലും അവനൊന്ന് നേരത്തെ വരാൻ പാടില്ലായിരുന്നു. ഓൻ ടൂർ ഉള്ള പൈസ ഉണ്ടാക്കുക. അത് മാത്രല്ല ഓൻ DSUവിന്റെ ആളാണല്ലോ. ചെറിയൊരു ജാളിയത് ഓനുണ്ട്. അതുകൊണ്ടാ ടൂറിന് പോകാനല്ലേ അതോ മാങ്ങ ചീറ്റിട്ടാണ് പൈസ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പാനൽ വോട്ടെടുപ്പിൽ 10Bയിലെ ജുബേരിയ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ പൊന്നോമേനെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. മുത്തേ ജുബേരിയ മുത്തേ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ദേ വരുന്നവൻ. ചേലില് പൂത്ത നിൻ പുഞ്ചിരി എന്റെ മുഹബത്ത്. നീ പതുക്കനെ ചാരത്തു ചേരുമ്പോൾ മൂളിക്കേക്കണ കൊഞ്ചല്, മൂളിക്കേക്കണ കൊഞ്ചല്. ഓർത്തിരിക്കാൻ വെമ്പല് കൊള്ളണം നിൻ കിതാബിലെ വരികള്. തോറ്റു പോകുമിൻ കൽപ്പില് ചെല്ലണം പെരുന്നാളിന്റെ പൊരുൾ പോലെ നിൻ കബൂൽ കേൾക്കാൻ കാക്കണ്, നിൻ കബൂൽ കേൾക്കാൻ കാക്കണ്. ഓളെന്റെ നാട്, ഓളെന്റെ നാട്, ഓളെന്റെ നാട്. ലാവുദിക്കണ ചേലില് പൂത്ത നിൻ പുഞ്ചിരി എന്റെ മുഹബത്ത്. നീ പതുക്കനെ ചാരത്ത്
ചാരത്ത് ചേരുമ്പോൾ മൂളിക്കേൾക്കണ കൊഞ്ചല് മൂളിക്കേൾക്കണ കൊഞ്ചല് കനവിൽ മിന്നും ജന്നത്തിൻ ഹൂറി ഇന്നീ ദുനിയാവിൽ നീയേ എന്നിലെ ഭൂവി ആദ്യമനുരാഗം പൂത്തത് നിന്റെ മേൽ മാത്രം എന്റെ ഉള്ളം നീ എന്നേ കട്ടെടുത്തില്ലേ പാട്ടുപാടണ താളം തമ്മിൽ ഓട്ടമെറിയണ നേരം നമ്മിൽ ആർത്തിരമ്പണ പ്രേമക്കടലായി ഓർത്തിരിക്കണ നേരം കൽവിൽ ചേർന്നു പാടിയ പാട്ടിൻ വരികൾ ഉള്ളില് മൃദുമഞ്ഞായി പെയ്യുന്നു വെമ്പലാണൻ കണ്ണില് നാം ഒന്നു ചേരാം ഭൂവില് ഇനി ആരൊരാൾക്കും ജവാബ് നൽകല്ലേ ഇനി ആരൊരാളും നിന്റേതാവല്ലേ ലാവുദിക്കണ ചേലില് പൂത്തനി പുഞ്ചിരിയുടെ മുഹബത്ത് നീ പതുക്കനെ ചാരത്ത് ചേരുമ്പോൾ മൂളിക്കേൾക്കണ കൊഞ്ചല് മൂളിക്കേൾക്കണ കൊഞ്ചല് പെയ്തൊഴിഞ്ഞൊരു രാമഴയിലെ ആർദ്ര നിമിഷങ്ങൾ ഇന്നും ഈ റൂഹിൽ വേണം നിന്റെ ലാളനകൾ പൂവിരൽ തുമ്പിൽ തെന്നൽ ദൂതുമായി വരുമേ പ്രണയമധുമൊഴി പുൽകാനിൻ കൽബ് പൂക്കുമ്പോ മട്ടുമാറണ കാലം നമ്മിൽ ഒട്ടുമില്ലതിൻ ദൂരം തമ്മിൽ പട്ടുപോലെന്നുള്ളം നിൻ കൽവിൽ തിട്ടമില്ലാ മോഹത്തോളം ഹക്ക് മുന്തണ കാലത്തോളം എന്റെ പാതിയായി റൂഹായി കാത്തോടാ നൊമ്പരങ്ങൾ മാഞ്ഞിടും നീ എന്നുമെൻ തുണയാകുകിൽ ഇനി ഞാൻ നിനക്കായി നോറ്റു നിന്നിടാം നിന്നീട്ടി വിളിക്കാതോർത്തു നിന്നോളാം ലാവുദിക്കണ ചേലില് പൂത്ത നിൻ പുഞ്ചിരി എന്റെ മുഹബത്ത് നീ പതുക്കനെ ചാരത്ത് ചേരുമ്പോൾ മൂളിക്കേക്കണ കൊഞ്ചല് മൂളിക്കേക്കണ കൊഞ്ചല് ഓർത്തിരിക്കാൻ വെമ്പല് കൊള്ളണ നിൻ കിതാബിലെ വരികള് തോറ്റുപോ
പെരുന്നാളെന്റെ പൊരുൾ പോലെ നിൻ കബൂൽ കേൾക്കാൻ കാക്കണ്, നിൻ കബൂൽ കേൾക്കാൻ കാക്കണ്. ഓ നിന്റേതാണ് നിന്റേതാണ് നിന്റേതാണ്. എടി വേഗം വാ. വരികടാ. വാ. ഹായ് രശ്മി. ഈ എന്താടാ അവിടെ പെൺകുട്ടിയുടെ ബാത്റൂമിന്റെ അടുത്ത്? ഐ ലവ് യു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കത്തൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ട് അതിന്റെ അടിയിൽ ചോത്തമശി കൊണ്ട് വരട്ടെന്നായി കേട്ടോ. ഈ ചെക്കന് തിന്ന് എല്ലിൻ്റെ കിട്ടിയതാ. ഇവനെന്നൂക്കേട് ഒന്നും അവന് കിട്ടണ്ടായിരുന്നു. കുറച്ചിറക്കി ഞാൻ എന്നോ ഊണി വെച്ചതായിരുന്നു. താങ്ക് യു. ഭുവന വിധായക ജഗദീശ കരുണാനിലയന പരമേശ വിനയമുടങ്ങി പദയുഗളം പണിയുന്നു സുധ. ഫിറോസേ കൈമുട്ട് മാറ്റിയേ. എന്റെ ചാക്കോച്ചനെ മൊത്തം എന്റെ ചാക്കോച്ചനെ വളർത്തുന്നു. മോനെ നീ മുഖത്തേക്കൊന്നും റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് പിന്നെ ഇന്നലെ പൊന്തി വന്നിട്ടല്ലോ. മോനാ മാങ്ങച്ചാറും കൂട്ടിട്ട് കഞ്ഞം കുടിച്ചാ മതി കേട്ടോ. ഇത് നോക്കടാ, വെറും റൊമാൻറ്റിക് അല്ല, ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് ആണ്. ഓ പിന്നെ ചാക്കോച്ചനെ പറഞ്ഞാലുണ്ടല്ലോ. കളിക്കരുത്. ചാക്കോച്ചനെ പറഞ്ഞാലുണ്ടല്ലോ. ഇനി പറ അപ്പൊ കാണാ. നിങ്ങൾ എന്ത് കളിക്കാണിത്? എന്ത് പണിയാടാ കാണിച്ചേ? എവിടെ നോക്കട്ടെ. സോറി വിജിതേ, ഇന്റർവെല്ലിന് ഞാൻ നല്ലോണം വെള്ളം ടൊയിഞ്ഞ് കൈ തരുന്നുണ്ട് കേട്ടോ. അയ്യടാ ഒന്നുയാൻ വന്നിക്ക്. എന്റെ മറ്റോളെ പോയാ മുന്നൂടെ. ഞാനിതിട്ട് എങ്ങനെ വൈകുന്നേരം വരാക്കാ സാരല്ല. ഇപ്പളാ ശരിയായത്. സർവേകാലം കാക്ക തോറിയണുണ്ട്. നീ ടെൻഷൻ അയക്കണ്ട വിജിതേ. ഇന്റർവെല്ലിന് സമയത്ത് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അവിടുന്ന് കച്ചറ ഉണ്ടാക്കിട്ട എന്ത് ചെയ്യാനാ? മുട്ടൊരു എങ്ങോട്ടാണോ നമുക്ക് ഓളെ മടി കയറിയിരിക്കുന്നതോ? അത് ഞാൻ എന്റെ കൈ അവിടെ മഷി തട്ടി കൈക്ക് കൊടുക്കാൻ. ഇതിന് പിന്നെ എല്ലാവർക്കും ഞാൻ വാങ്ങി തന്നതാ. ക്ലാസ്സിൽ ആരും ഹീറോ പെൻ ഉപയോഗിക്കരുതെന്ന് എല്ലാവരും കേൾക്കാൻ ഒന്നുകൂടി പറയാ. കഴിഞ്ഞ റിഹേഴ്സലിന് മാത്രമേ ഉപയോഗിക്കാവൂ. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസത്തെ ലെസൺ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഷിജു പറ. വലിയൊരു ഓർമ്മ കിട്ടുന്നില്ല സാറേ. എന്തിന് പേരാണ്? ഒരു കഥ പോലും വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫിറോസ് പറ. അങ്ങനെ പാത്തുമ്മയുടെ അടുത്ത് ശരിയാവും. ഒക്കെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വരിക. ആരാടത്? അത് കുറച്ചിറക്കിയാ സാറേ. സ്റ്റാൻഡപ്പ്. എന്താ മിമിക്രിയാ? അതൊക്കെ സ്റ്റേജിൽ മതി കേട്ടോ, ക്ലാസ്സിൽ വേണ്ട. അല്ല സാറേ, ആട് പേറുമ്പോ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവില്ലേ? പേറ്റ് വേദന കൊണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ഒരു എഫക്റ്റ് ഇട്ടായിരുന്നു. ഈ എഫക്റ്റ് പരീക്ഷ പേപ്പറിൽ മതി, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടാവും എനിക്ക്. ശരി സാർ. പൈസ നോക്കാം. എന്താടാ Yes, good morning. Sit down, sit down.
ഋഷിക്ക് ചന്തിക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല ഒന്നുമില്ല ടീച്ചറെ. ആ എന്നാ അവിടെ ഇരുന്നേ. ഹാഫ് ഇയർലി എക്സാം വരാൻ പോവാണ്. കുട്ടികളേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് രാത്രി വേഗം കിടന്ന് ഉറങ്ങണം. എന്നിട്ട് പുലർച്ചെ 5 മണിക്ക് അലാറം വെച്ച് എണീക്കണം. പൊളിച്ചൊക്കെ എന്താ പരിപാടി ടീച്ചറെ? ഹാ ബാബു ഇവിടെ വന്നേ. ഇവിടെ വാ. ഒന്ന് മാറടോ. വരുമ്പോ ഫിസിക്സ് പേപ്പർ കൂടി എടുത്തോ. വേണോ? അങ്ങോട്ട് അതാ വിളിച്ചോളി. ഈ 28ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താ കാട്ടി വെച്ചിരിക്കുന്നേ? അതെല്ലാരും ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. അല്ല അത് വേണോ? അല്ല അതിനിപ്പോ ചോദ്യം ഏതായിരുന്നു? ചോദ്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. എക്സ്റേ എന്നാൽ എന്ത്? ഇത് കണ്ടുപിടിച്ചതാര്? ഇതൊരു മാരക രോഗമാണ്. ഇത് പിടിപെട്ടവരാരും പിന്നെ ജീവിച്ചിട്ടില്ല. ഇത് അപകടമുള്ളത് കൊണ്ടാണ് ഇങ്ങ തന്നേ. ഇതൊന്നുമല്ല സംഗതി, ഇനിയുണ്ട് വെറൈറ്റി. ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു ലോഹതന്തുവിനെ വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ലോഹോപരിതലത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഏയാനാകാശത്ത് പോയി വിസർജനം നടത്തും. ഈ പരിപാടിയെ ആണത്രേ തെർമോയോനിക് ഉത്സർജനം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ കാലത്ത് എഴുന്നേൽക്കുന്നേന്ന്? പോയിരി അവിടെ. ആ ജുവരിയ പ്ലീസ് കം. എന്താ ടീച്ചർ? ഇതൊന്ന് സ്റ്റാഫ് റൂം കൊണ്ടുപോയിക്ക്. എന്നുള്ള പരുക്കനൊച്ചയോടെ ആ സദസ്സിലേക്ക് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ അബൂബക്കർ അലക്കി തേച്ച വസ്ത്രങ്ങളും ചീകി മിനുക്കിയ മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു. അവൻ വെറും അബു ആയി നടക്കുകയാണ്. മൂപ്പർ ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് സംസാരമുണ്ട്. ദിവസത്തിൽ 2 തവണ ഡ്രസ്സ് മാറും. പോലെയാണ് ആ മാഷേ ഫിറോസിന് മൂത്രമൊഴിക്കാൻ പോണോ? എന്താടോ ഓൻ്റെ കിടതാപ്പ് എൻ്റെ കയ്യിലാ? അല്ല എൻ്റെ അല്ല എൻ്റെ മൂത്രം. അല്ലടോ നിങ്ങളൊക്കെ മൂത്രം വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് കയറിയ? 1-ാം വീട് കഴിയാനല്ലായുള്ളൂ. അതിനിടയ്ക്ക് എൻ്റെ മൂത്രത്തഞ്ച് പൊട്ടാണ് പൊട്ടിക്കോട്ടെ. അപ്പം നമ്മളിവിടെ നിർത്തിയത് ആ വീട്ടിലുള്ള എൻ്റെ സ്വന്തം മുറിയിൽ സർവാധിപതിയായി അവൻ വാഴുകയായിരുന്നു. ആ മുറി എനിക്കും അബ്ദുൽ ഖാദറിനും ഇരുന്ന് പഠിക്കാനായി സഖാവ് ജോബി ജേക്കബിൻ്റെ 6ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി DYFKയുടെ പഞ്ചായത്ത് അനുസ്മരണ ജാഥയിൽ പങ്കെടുക്കുന്ന എല്ലാ യൂണിയൻ വിദ്യാർത്ഥികളും ഇന്ന് പഠിപ്പ് മുടക്കി അനുസ്മരണ ജാഥയിൽ പങ്കെടുക്കണമെന്ന് SFKയ്ക്ക് വേണ്ടി HM അറിയിക്കുകയാണ്. ആ ഇതിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ എത്രയും പെട്ടെന്ന് പോയിക്കോളി. പോയിക്കോളി. ഞാൻ നായരുടെ കടയിൽ കേട്ടോ. കാത്തുനിന്ന് നീ എങ്ങോട്ടാ പോണത്? നീ DSUന്റെ ആളല്ലേ? DSU പ്രയാണത്തിന്റെ പാർട്ടിയും കൊടിയുടെ കളറും ഇല്ല മോനെ. ചോറായി, വൈദ്യം കൽപ്പിച്ചു, രോഗി ഇച്ഛിച്ചു, ഞാൻ പുച്ഛിച്ചു. എന്താടാ ഇനി എന്തായാലും പോരെന്ന് ചോറുണ്ടോന്നില്ലേ? അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അത് ഞാൻ തന്നോളാം. അതിൽ ഓംപ്ലേറ്റും ഇല്ലേ? അതിങ്ങനെ കണ്ടേ? ആ അത് ഞാൻ നേരത്തെ തുറന്നു നോക്കി. ഇങ്ങനെ ഒരു തീറ്റപ്പൊണ്ടായിരുന്നാ കൊണ്ടേ തിന്ന്. താങ്ക് യു. ആ പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കി വൈകുന്നേരം എന്റെ വീട്ടിൽ കൊണ്ടു തരണം. അത്രേ ഉള്ളൂ സാബിറ, കൊണ്ടു തരൂ. കൊണ്ടു തന്നാ മതി. കയ്യില് പൈസ ഒന്നുമില്ലേ? ഒന്നുമില്ലേ? എന്താടാ നിങ്ങളെ കയ്യില്? സിപ്പ സിപ്പവ് കൊണ്ടാടോ സിപ്പവ്. താടാ താടാ ജുനൈദേ, നീ 8ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനിലാ ചേർന്നത്? അവിടെ 8D. ഓ നമ്മുടെ ജോസഫ് സാറെ ക്ലാസ്സിലില്ലേ? മഞ്ഞള് പുഴിയ ചൂരലാമനെ കയ്യിലുള്ളത്. കണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മളെ സ്കൂളൊക്കെ? ഇഷ്ടപ്പെട്ടോ? കൊഴപ്പല്ല. ഇന്ന് ഏതായാലും SFKന്റെ സ്ട്രൈക്കാ. അതുകൊണ്ട് പിള്ള സാറിന്റെ കണക്ക് പീരീഡ് രക്ഷപ്പെട്ട്. ശരിയാ. ആ പിന്നെ ഇവിടുത്തെ കുറച്ച് വില്ലന്മാരെ പരിചയപ്പെടുത്തി തരാം. ഇനി ഓരെ കണ്ടോ? ഓരാണ് സ്കൂളിന്റെ ആസ്ഥാന വില്ലൻ പദവി നിലനിർത്തുന്നത്. മുമ്പ് പോയൊന്നും ചാടണ്ട, കയ്യിലുള്ള പൈസ പിടിക്കാളൂ. ശരിക്കും കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാ മതി. പിന്നെ ആ നടുവിലത്തല്ലേ ആ കരുമാടി, ഓനാണ് ഋഷി. പിന്നെ ആകെ കൂടെ ഒരു ഉപകാരമുള്ളത്, മലയാള അക്ഷരമാല എന്നുള്ള അക്ഷരമില്ല,
അതുകൊണ്ട് ഒരു ഉപകാരം. എന്താടേ ഞങ്ങളിവിടെ 3 പേര് നിൽക്കുന്ന മൈൻഡിലാണ് പോകുന്നത്. ഞാനെന്തിനാ എന്നെ മഞ്ഞ ചെയ്യുന്നത്? എന്റെ നാവാട്ട് നിർത്ത്. എന്താ എന്റെ കയ്യില്? ഒന്നുമില്ല സിപ്പപ്പ. ഇന്നെ ബാക്കി ഞങ്ങൾ തുണഞ്ഞോളാം. പൊടി ക്ലാസ് പൊടി. പോട്ടെ. അമ്മ വരുന്ന സാധനത്തിന് കണ്ടോങ്ങി വാടേരി അബുക്കറാജിന്റെ അരിച്ചാക്ക് പോലൊരു സാധനം. അതാണ് കൊരച്ചർക്കി ചെയ്തു. ഓൻ ബാക്ക് ബെഞ്ച് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാ. ഓന്റെ കയ്യിലുള്ള സാധനം കണ്ടിട്ട് ഇനി തെറ്റിയൊന്നും വേണ്ട. അത് ബുക്കും കൊടയും പെന്നും ഒന്നുമല്ല. ആരാന്റെ ചോറും പാത്രവും പൊക്കി വരികയാണ് അവൻ. പിന്നെ അമ്മ വരുന്നത് അതാണ് ജോണും രാജേഷും. വലിയ അലമ്പൊന്നുമില്ല. അതിലങ്ങനെ നടന്നു വരുന്നുണ്ട്. അതാണ് ഫിറോസ്. മോനെ എന്റെ അളിയനാകാനുള്ള കോഴ്സിന് പഠിച്ചോണ്ട് നിൽക്കുകയാണോ? എന്ത്? അല്ലേ എന്റെ താത്തണ്ടല്ലോ ജുബേരിയ, ഓളെ ലൈനാണോ? അനാശമാനുണ്ടല്ലോ. ഇനി ചൂടാവില്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ അളിയനാ ഞാൻ വേറൊരാളെ അനുവദിക്കുക അളിയ. എന്ത്? അല്ല ഒന്നുമില്ലാന്ന്. ഇനി ഇങ്ങോട്ട് വാ, നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മളവിടെ പോയി ഒരു ജ്യൂസ് ഒരു സോഡ ഒക്കെ കുടിക്കാം. അങ്ങനെ പറയല്ലോ, ഇങ്ങോട്ട് വാ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ആരോ പുറത്തുനിന്ന് കണ്ടിട്ട് വാപ്പച്ചീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചീനോട് വാപ്പച്ചി പറയുന്നത് ഞാൻ കേട്ട്, എല്ലാം കൂടെ കേട്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ഫിറോസേ. എന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ എന്നാലും എല്ലാവരും അറിയണ്ടേ അല്ലേ? ഇതിപ്പോ കുറച്ച് നേരത്തെ അറിഞ്ഞു, അതുകൊണ്ട് ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് കിട്ടിയെന്ന് കൂട്ടിയാൽ മതി. പരമാവധി പിടുത്തം കൊടുക്കാതിരിക്കാന്നുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ പിടുത്തം വിടാതിരുന്നാൽ മതി. എടാ വിടായി, ഈ ക്ലാസ്സിലൊന്നും കയറാണ്ട് ഇങ്ങനെ അവിടെ ചിത്രം വച്ചിരുന്നു കേട്ടോ. ഒന്ന് പോടാ തരപ്പാ. ഇന്ന് ചിരിച്ച് ചാവും. മാഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒപ്പരം പഠിക്കുന്നവരാവുമ്പോ ഫിറോസിന്റെ അമ്മയ്ക്കാണല്ലോ. അതെ, ഒപ്പരം പഠിക്കുന്ന കുട്ടികളാവുമ്പോ ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളുടെ കാര്യത്തില് നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. ഈ പുറത്തുള്ള ആൾക്കാരെ കാഴ്ചപ്പാട് വേറെ, അതില് ഒന്നും ഉണ്ടാവില്ല, കുട്ടികളല്ലേ. എടാ ജുബൈരിയുടെ ഒപ്പം വന്നിട്ടാ ഓഫീസിന്റെ അടുത്തുണ്ട്. വേഗം വാടാ കേറ്. ജനണ്ടാക്കി ആശാരിക്ക് കുറച്ച് വീതി കൂട്ടുണ്ടാക്കിയാ പോരെ. അയ്യോ ശ്രദ്ധ വേണം. എന്താണ് പുറത്ത്? അത് തോരപ്പം പറ്റിച്ച പണിയാ. അതിന് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. മാതൃകാധ്യാപകനാണോ മോനെ? മാതൃകാധ്യാപകനൊന്നല്ല, കണ്ടറിയാം. അമ്മോശനെ ചെറുതായിട്ടൊരു മണ അടിച്ചെന്നുള്ള ലക്ഷണം ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. അല്ലാണ്ട് ഇപ്പൊ മൂപ്പര് രാവിലെ തന്നെ കെട്ടിയെടുത്ത് കൊണ്ടുവരുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളേറ്റ് ഒന്നും പിടിക്കണം. ഓക്കെ മാഷേ. എടിയ ഫിറോസിന് പാട്ട് പാടാൻ ചിത്രം വരയ്ക്കാൻ മാത്രമൊന്നുമല്ല അറിയാം. ഓൻ കലാപ്രതിമ ഉണ്ടാക്കും. കലാപ്രതിമയോ? ആ അല്ലടി, നമ്മളെ ഫിറോസിന് എന്തോ കലാപ്രതിമയ്ക്കുള്ള അവാർഡ് എങ്ങനെ കിട്ടിയില്ലെന്നോ? പൊട്ടത്തി, അത് കലാപ്രതിമയല്ല, കലാപ്രതിഭ. ഈ സാബരന്റെ ഒരു കാര്യം. നിങ്ങൾ ഇതുവരെ ഭാരതം കണ്ടിട്ടില്ല? കണ്ടിട്ടല്ലോ. എന്നാ പറയും ഭാരത പോയടിയാ കേക്കൊണ്ട സ്റ്റാരിന്റെ അപ്പുറത്ത്. മക്കളൊക്കെ ഇറങ്ങിയോളെ തൂക്കിയിട്ടൊക്കെ തന്നാടോ കൊള്ള പഠിപ്പിക്കാൻ പറ്റില്ല. സൈഡ് മാറി. ആ അട്ടന് മക്കളെ പൈസ ഇടാണ്ട് ആരും മുങ്ങല്ലേ. ആ ശരി. എടാ മക്കളെ ചില്ലറ ഏരി വാ പോയി നോക്ക്. ആ നടക്കാൻ വേഗം വാ. പിള്ളന്ന് വന്നിട്ടുണ്ടാകൂടോ. നീ പേടിക്കണ്ടടാ, ഞാൻ ഹോംവർക്ക് പോലും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും മിശ്രവിന്ന വിഷമവിനാക്കാൻ എനിക്ക് കുറച്ച് വിഷമാ. മറ്റേ കുറച്ചുകൂടി വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം കണ്ടെത്താൻ. സാമാനല്ലടാ സാമാന്യ. എന്ത് സാമാനായാലും കണ്ടെത്താൻ എളുപ്പാ. പോയി നോക്ക്, പിള്ള ഒന്നോ നോക്ക്. നീ നോക്ക്. ഞാനെന്ത് ചെയ്യാനാ, ഞാൻ നോക്കൂ. കൊക്കമ്പേൽ വീരാൻ ഒപ്പിട്ടെടുത്തതിൻ്റെ അങ്ങോട്ട് കിട്ടാണ്ട് കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞ് ഇതിപ്പോൾ ഏടെ ചെന്നപ്പോൾ ചോദിക്കുക. ഹലോ ടീച്ചറേ, ഹലോ. ഇതൊക്കെ ഇപ്പോൾ ഏത് വകുപ്പാണ് തമ്മിൽ? ടീച്ചറേ സ്കൂളൊക്കെ അങ്ങ് പൊളിപ്പിച്ചാൽ സ്ഥലത്തിനൊക്കെ വലിയ ഏസം എതിരായും വിടാം.
5 വർഷം കൂടുമ്പോൾ. ഒഴിച്ചാലോ മനസ്സിലായോ? ഇവിടെ ഇല്ലേ? അപ്പോ തെരഞ്ഞെടുപ്പിന്റെ 48 മണിക്കൂർ മുമ്പ് പ്രചരണം നിർത്തിവെക്കാനുള്ള കാരണം എന്താ? ഹലോ ഇവിടെ അല്ലേ? ഇവിടെ ലൈനില്ലേ? അല്ല ഓ ആയിക്കോട്ടെ. ഓ ഞാൻ പോയി. അല്ല 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 എന്ത് ശബ്ദം അത്? അപ്പോ എന്താ കാരണം അറിഞ്ഞൂടാ. എല്ലാരും കൂടി കലവരെ കൂടിയിട്ട് കാര്യമല്ല. SI സോമശേഖരനെ അടിച്ച് പൊട്ടക്കനത്തിലിട്ട പ്രതി ആടുതോമ ആടുതോമ മോഹൻലാല് ഒരു സോഡ. മോനെ കൊല്ലം പുതിയൊന്നും തുടങ്ങി. ആദ്യത്തെ പറ്റൊന്നും തീർക്ക്, എന്നിട്ട് തരാം സോഡ. പറ്റൂർക്ക് നിങ്ങൾ സോഡ തരില്ല? ഇല്ല, സോഡ തരൂല. പറ്റെത്രണ്ട്? 76 റുപ്യ 50 പൈസ. അന്തോ ഒരു അമ്പീസിന്റെ കണക്ക്. എന്റെ പറ്റ എഴുതി എന്റെ റീഫില്ലിലെ മഷി തീർന്നു. അതിന്റെ 50 പൈസ കൊണ്ട് കൂട്ടി എഴുതിയതാ. കളവ അധികം തമാശിക്കലട്ടോ. എന്താ നേരം ഇപ്പൊ ഒരു ഇടം ധരിച്ചില് പൈസ ഉള്ളവരെ അങ്ങോട്ട് തരൂലേ? പൈസ ഉള്ളവരെ അങ്ങനെ വലുത്തുണ്ട്. അപ്പോൾ എടുക്കുന്നാലേ സോഡ ഉള്ളൂ. ചേട്ടാ ഒരാഴ്ച പെണ്ണൊരു നാരങ്ങ കൂട്ടായോ? മോനെ ഒരു മിനിറ്റ് പ്രശ്നമൊന്നും തീർത്താട്ടെ. ഇപ്പൊ തരാം, ആടെ നിക്ക്. പറ്റൂർക്കുള്ള പൈസ അതിന്റെ പൈസയാ. ഈ ചെറിയോന്റെ പൈസ പിടിച്ച് അങ്ങോട്ടോ. ഞാൻ അച്ഛനോട് പൈസ കിട്ടാ കൂടെ പോലെ മനുഷ്യൻ ഇനി ഗുണ്ടായസം കാണിക്കുന്നു. എന്താ പ്രശ്നം? പരിപാടി തന്നെ എന്താ കാണിച്ചേ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. അതൊക്കെ ഞാൻ പറയാ. ഇവനൊക്കെ പറ്റിയ മറുപടി കൊടുക്കണമെങ്കിലേ ഫിറോസ് എന്നെ വേണ്ട, എനിക്ക് എച്ചമ്മനോട് പറഞ്ഞാ മതി. അതൊക്കെ നമുക്ക് ഇതിന് ശേഷം തീരുമാനിക്കാം. ഇതിനൊരു പരിഹാരം ആയില്ലേ മാത്രം മതി. ഷിജോട്ടാ വേണ്ട ഷിജോട്ടാ, എന്തിനാ വെറുതെ? ഇവനൊക്കെ കുറെ കാലായി തുടങ്ങിയത്. ഇതിനൊക്കെ പകരം ചെയ്യണം. ഇങ്ങനെ ഫുട്ബോൾ തട്ടും പോലെ തട്ടും. ഇങ്ങോട്ട് തട്ടിക്കൊണ്ടോ, ഞാനും തട്ടട്ടോ. ആപ്പനെ വിളിച്ചു. അതിന് 2 കാട്ടിയാണെന്ന് വെച്ചിട്ട് എടാ സത്താരങ്ങ് അറിഞ്ഞാണ്ടല്ലോ. എടാ മോന്റെ എന്ത് കളിക്കട ബോളാ പോണാ? എന്റെ പണിയൊക്കെ 2 ഡയറിലും കാറ്റ് വെച്ചോ. സത്താരങ്ങ അത് അറിഞ്ഞാണ്ടല്ലോ. എന്റെ നെടുമ്പറം കടപ്പുറാക്കും ഉറപ്പാ. ആപ്പനെ വിളിച്ചിട്ടില്ലേ? ആപ്പനെ പിന്നെ അമ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ആപ്പനെ വിളിച്ചു. ഫിറോസേ എന്താ ഇത് നോക്കിങ്ങി. എന്താ ആ കരുമാടി നുള്ളി പറിച്ചാ എന്റെ കയ്യിൽ നിന്ന് ഒരു 20 ഉറുപ്പ തട്ടിപ്പറിക്കും. നേരാണോ ജുനീത? ആ നമുക്ക് എഡ്മാഷോട് പറയാ. അതൊന്നും പോരാ. ഓനൊക്കെ കുറച്ച് അധിക. ഓനൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. എന്തിനാടാ വെറുതെ മൂപ്പിച്ച് കൊടുക്കുന്നത്? ഇനി ഉണ്ടാടിക്കടോ. എന്താടാ പ്രശ്നം? ഇനിയായിരുന്നു കളിക്കല്ലേ? ഇനിയായിരുന്നു കളിച്ചോ. ഇവിടെ അതിലും വലിയൊരു കളി നടക്കാൻ പോവാ. ഓ ഫിറോസേ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ ഫിറോസേ, ഒരു കാര്യം അറിയട്ടെ. ഇങ്ങോട്ട് വരുന്നേ വാ, എനിക്ക് കാര്യമുള്ള കാര്യ. ഫിറോസേ, എന്റെ അളിയനെ ചാക്കിലാക്കാൻ പറ്റിയൊരവസര. ഓന്റെ മനസ്സിലാദ്യം ഇമാതിരി ഒരു ചാൻസ് എനിക്ക് കിട്ടൂല. ഓന്റെ മനസ്സ് കയറി പറ്റേ. എന്നാലേ എന്റെ ലൈൻ വലിക്കൊക്കെ ഒരു ഉഷാർ. ഏത് അനക്ക് എന്തിനൊക്കെയാടാ ഈ കുത്തിത്തിരിപ്പിന്? മോനെ, ഈ തൊരപ്പന്റെ ഷെറിൽ ഈ കൊടുക്കണ്ട പറഞ്ഞേക്കാം. ഓലെ തമ്മിൽ തല്ലിക്കാൻ നോക്കാണ് ഇവന്. കരുമാടിന്റെ കയ്യിൽ നിന്നെന്തോ കിട്ടിയിട്ട് ഇവനെ മൂലക്കലാക്കണം. അതിനുള്ള ശുഷ്കാന്തിയാണ് ഇവന്. വേണ്ട വേണ്ട, നമുക്ക് എച്ചമ്മനോട് പറയാം. വേണ്ട എന്തെന്നാടോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാ പൈസ ഒന്നുമില്ല എന്റെ കയ്യില്. ഒന്നുമില്ല. ഇതുണ്ടോ? ഇല്ലേ? എന്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ലേ? എന്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. അടി അടി, ഫിറോസും കരുമാടി അടി അടി അടി. മാഷേ മാഷേ നാസർ മാഷേ, താഴെ അടി നടക്കുന്നു മാഷേ. ഫിറോസ് താഴത്തെ ബിൽഡിങ്ങിന്റെ അടുത്തുനിന്ന് വേഗം വാ മാഷേ. ഓടിക്കൂടുന്നുണ്ട്. നല്ല അടിയാ മാഷേ. എവിടുന്ന് എവിടെയാ? വേഗം വരി.
പക്ഷേ എച്ചം എന്താ പറയുന്നേ? ഫിറോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം മാഷെ. നാസർ മാഷെ കണ്ണല്ലേ പോയത്? തീർച്ചയായിട്ടും. അല്ല ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ശരിയാ മാഷെ. 94 കഴിഞ്ഞൊക്കെ ഇനി ആവർത്തിക്കാന്ന് പറഞ്ഞാല് അതെ അതാണ് ഞമ്മ ചോദിക്കുന്നത്. ഒന്നും കിട്ടി രക്ഷിത അവിടെ വന്നിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ ടീച്ചർ കൊടുത്തു വിട്ടെ. അതെ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും. പോരാത്തിന് പിള്ളമാശ ക്ലാസ്സിലെ സ്റ്റുഡന്റും അല്ലേ? ഈ ചെക്കന്മാരൊക്കെ ഇങ്ങനെ പറയിപ്പിച്ചാൽ എന്താ ചെയ്യാ? അല്ല 10ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലേ? ഫിറോസേ, എന്താ ചെയ്തത്? ഞാൻ പോവാ. പോവാ? ഈ കൈ കൊണ്ടാ ഞാൻ മാഷിനെ അറിയാണ്ട് പറ്റിപ്പോയതാ. ഞാൻ മതിയാക്ക. ഇനി ഞാൻ സ്കൂളിലേക്കില്ല. പോവാ. ഫിറോസേ, നാളെ മുതൽ നീ വെറുതെ മതിന്റെ അടുത്ത് പോയിട്ട് കത്ത് തരയണ്ട. ഇനി അതുണ്ടാവില്ല. പറയല്ല ഫിറോസേ. ഇതുവരെ ഞാൻ എഴുതിയ ഓരോ എഴുത്തും എൻ്റെ ഉള്ളിൽ നെയ്യത്തായി. എനിക്ക് വേണമെന്നുള്ള നെയ്യത്ത്. ഇപ്പൊ ഞാൻ പോകുന്നതും ആ നെയ്യത്തോടു കൂടി തന്നെയാണ്. പോയിക്കുന്നവർ തറവാട്ടിലേക്ക് ഞാനല്ലാണ്ട് ആര് പെണ്ണ് വെച്ച് വന്നാലും അതിന് ഈ ജവാബും മൂളരുത്. തകർന്നു നിൽക്കുന്ന ഫിറോസിന്റെ ഉള്ളില് തകരാത്ത വാക്കാതെ. ഒരിക്കലും ഞാൻ തിരിച്ചു വരും. ഇനി ആരൊരാൾക്കും ജവാബ് നൽകല്ലേ, ഇനി ആരൊരാളും നിന്റേതാവല്ലേ. അങ്ങനെ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിൽ മനംനൊന്ത് ഫിറോസ് നാടുവിടുന്നു. ചെന്നുപെടുന്നത് മുംബൈ നഗരത്തിൽ അന്തേരി ചേരിയിൽ ജീവിക്കാൻ വകതേടി അലയുമ്പോൾ അവൻ കാരുണ്യ മനസ്സിനുടമയായ മലപ്പുറത്തുകാരനായ കടുങ്ങല്ലൂർ ഗഫൂർ ഖാന്റെ സംരക്ഷണ വലയത്തിൽ ചെന്നണയുന്നു. ഫിറോസിന്റെ ഇല്ലായ്മയും വല്ലായ്മയും കേട്ട് മനസ്സലിഞ്ഞ അയാൾ ഫിറോസിനെ കൂടെ ചേർത്ത് പിടിക്കുന്നു. വിദേശത്ത് ഒട്ടനവധി ബിസിനസ് ഗ്രൂപ്പുകളുള്ള ആ മനുഷ്യന്റെ കമ്പനിയിൽ ഫിറോസിന് ജോലി നൽകുന്നു. ഇന്നവൻ പഴയ ഫിറോസ് അല്ല. അപക്വമായ മനസ്സിന്റെ ലാഞ്ചനകളില്ല. ഗുരുനാഥനെ നോവിലായിട്ട് കൂടുവിട്ടുമാറി പ്രവാസം നയിച്ചവൻ ഇന്ന് കാരുണ്യത്തിന്റെ കടലാണ്. ഇതിനിടെ പൂഴിക്കുന്നമ്മൽ തറവാട്ടിലേക്ക് ഇതിനകം വന്ന കല്യാണാലോചനകളെല്ലാം സ്വയം മുടക്കിയും രക്ഷിതാക്കളുമായി ചെറുത്തുനിന്നും ജുവേരിയ ത്യാഗം ചെയ്തതിന്റെ ഫലമായി ഇന്ന് ജുവേരിയ ഫിറോസിന് സ്വന്തമാണ്. 1 വർഷം മുമ്പേ നാട്ടിൽ വന്ന് തിരികെ വിദേശത്തേക്ക് പോയ അവൻ ഇനി പുതിയ സന്തോഷത്തിലേക്ക് നാടണയാൻ ഒരുങ്ങുന്നു. ഈ മൊബൈൽ ഫോൺ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ടീച്ചറെ പ്ലീസ് ടീച്ചറെ. എന്ത് പ്ലീസ്? ഇനി പേരൻസിന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാ മതി. എന്തായാലും ഉപ്പയമ്മ ഇവിടെ വരാനുള്ളതല്ലേ, ഒന്ന് സേവ് ചെയ്യട്ടെ, ഒന്ന് പോസ്റ്റ് ചെയ്യാനാ മിസ്സേ. വൈകുന്നേരം ആകുമ്പോഴേക്ക് 500 വ്യൂസ് കിട്ടാനുള്ള ടീച്ചറെ. നിങ്ങളെ ഞാൻ പോസ്റ്റ് ആക്കി തരാം. ഓഫീസിലേക്ക് വാ. ടീച്ചറെ ലീവ് എടുക്കാനായോ? രണ്ടാളും വാ. അയ്യോ ടീച്ചറെ, ഞങ്ങള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ആയിക്കോട്ടെ മോനെ. ഇതേ പ്രായത്തിലെ ഇതേ സ്കൂളില് കളിച്ചും പഠിച്ചും വളർന്നവളാ ഞാൻ. അതും നിങ്ങളെക്കാളൊക്കെ മുന്തിയ എസൻസുകളൊപ്പം. ആ മുന്തിയ വിളവന്മാരിൽ ഒരുത്തന എന്നെ കിട്ടിയതും. അതുകൊണ്ട് ഇമ്മാതിരി തമാശകളൊന്നും ഈ ടീച്ചർ കേശൂലാട്ടോ. പോയിക്കോ രണ്ടാളും. വേണ്ടായിരുന്നില്ല ടീച്ചറെ. ആ
എന്താ ടീച്ചറേ, എങ്ങനെയുണ്ട് പുതിയ പിള്ളേരൊക്കെ? ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല, മിടുക്കന്മാരാ. ആ പിന്നെ അധ്യാപക ദിനം പ്രമാണിച്ച് ടീച്ചർ FB-ലിട്ട പോസ്റ്റ് ഞാൻ കണ്ടുട്ടോ, നന്നായിട്ടുണ്ട്. നാസർ മാഷെ പറ്റിയല്ലേ എഴുതിയിരിക്കുന്നത്. മാഷക്ക് നല്ല സന്തോഷമായി. ഈ ഗുരുഭക്തിയാണ് പലരും മാതൃകയാക്കേണ്ടത്. ഫിറോസിന് അന്ന് പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിലാണല്ലോ ഓൻ നാട് വിട്ടത്. നാസർ മാഷ മനസ്സിൽ അതൊന്നുമില്ല കേട്ടോ. പക്ഷെ മാഷക്ക് ഇന്നും അവൻ ഓർത്തുകൊണ്ടിരിക്കാൻ പാകത്തിന് ഒരടയാളം ഇന്ന് ഇടത്തെ കണ്ണനുണ്ട്. അടയാളം ശരീരത്തിന് പുറത്തല്ലേ മാഷേ, ഉള്ളിലുള്ളതൊക്കെ എപ്പോഴും മാഞ്ഞിട്ടുണ്ടാവും. അല്ല, എന്നാ ടീച്ചറേ ഫിറോസിന്റെ വരവ്? അത് വന്ന ഉടനെ ഒരന്നത്തെ ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ പൊടി പൊടിക്കുന്ന കേട്ടത്. ആ അടുത്ത ബുധനാഴ്ച എത്തും. എന്റെ ഒരു അന്വേഷണം പറഞ്ഞേക്ക്. എന്നാ ശരി മാഷേ. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണല്ലോ. ആ ബിൽഡിംഗ് ആണ് D ബ്ലോക്ക്. കമ്പ്യൂട്ടർ അപ്പോൾ കയ്യിലാ. ഓക്കെ, ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ സ്ട്രെങ്ത് എങ്ങനെയാ? ഒരു 3000 വരും. കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്പർ 1 സ്കൂളാ. മാത്രല്ല പല അറിയപ്പെട്ട ആൾക്കാർ ഇവിടെ പഠിച്ചിട്ട്. ആയിക്കോട്ടെ, ശരി ശരി. ഇവിടുത്തെ കുട്ടികൾക്ക് സാറിന് നല്ല പേടിയാന്ന് തോന്നുന്നില്ലേ? അത് ബഹുമാനമായിട്ടൊന്നുമല്ല, ആ മാഷ സ്പെഷ്യൽ പേരാ മയ്യത്ത്. കുട്ടികൾ നൈസായിട്ട് പണിയെടുത്താ. സുബ്ഹാനല്ലാഹ്. അല്ലാണ്ടാ ഓലെ നമ്മളെ വെക്കുകയും ചെയ്യൂ വാങ്ങുകയും ചെയ്യൂ. നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ, ഒത്തിരി സന്തോഷമായി മക്കളെ. ഈ നല്ല നിമിഷങ്ങൾക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു. എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ വിദ്യാസംഗമം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നാസർ മാഷെ ആദരിക്കാൻ വേണ്ടി PTA പ്രസിഡന്റ് ശശീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവനിതെന്നെ എടുക്കുക. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി വരണ്ടേ? ഡോൺ വറി, ആവും വന്നോളും. സേതുട്ടി, നീ ആ ചായന്റെ ഏർപ്പാട് ചെയ്തായിരുന്നോ? ഞാൻ അലസാക്കലടോ, ആക്കെ ഞാൻ പിള്ളേരെ ഏർപ്പാടാക്കി. മറ്റേ കാര്യമൊക്കെ അല്ലേ? അവിടെ ഇരിക്കുന്നു. ഈ സുജായ ഇവിടെ ഇരിക്കുക, ഇങ്ങോട്ട് വാ. അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, ഇങ്ങോട്ട് വാ. ആ ബെൽബോട്ടൻ സാർ എങ്ങോട്ട് ഇറങ്ങി പോയത്? ഫിറോസിനാണ് വിളിച്ചിരിക്കുന്നത്. ആ വണ്ടി ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി. ആ നേരെ പോട്ടെ, സ്റ്റേജിന്റെ അടുത്തേക്ക് പോട്ടെ. ക്ലാസ് റൂമിൽ ഇറക്കി വെക്ക്. അങ്ങോട്ട് പോയിക്കോട്ടെ, പോയിക്കോട്ടെ, പോയിക്കോട്ടെ. പോന്നോട്ടെ. പറയട്ടെ, അങ്ങോട്ട് വാ. ആ ബെഞ്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഉള്ളിലേക്ക് പോട്ടെ. ഇതിപ്പോ കുട്ടിയൊക്കെ താല്പര്യമുള്ള ഒരു കാര്യമല്ലേ, നമ്മളായിട്ട് തന്നെ അതിനൊരു മുടക്കം വരുത്തി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ മാഷെ ചായ കുട്ടികൾ ഇവിടെ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? ഇരുന്നോളി. ടീച്ചറേ, ചായ കുടിക്കാൻ നേരത്ത് കറക്റ്റ് എത്തിയില്ലേ? എന്താ മാഷേ? ഹലോ. ഹലോ, അവിടെ ഉണ്ടല്ലേ? ഓക്കേടാ. മാഷി, ഇത് നമ്മുടെ ഫിറോസ് അല്ലേ? അതെ മാഷേ. എന്തായത് മധുരമൊക്കെ ആയിട്ട്? ഞാൻ ചെറിയൊരു സന്തോഷം. ജുബൈര ടീച്ചറെ പ്രസവിച്ച വകയിലായിരിക്കും അല്ലേടോ? അതെ മാഷേ. നേരാണല്ലോ. അപ്പോ ബാപ്പയായി. താങ്ക് യു. ഓക്കെ. സത്യമാഷേ, കൂട്ടത്തിൽ കാര്യപ്പെട്ടോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. സുഖറാണല്ലോ, എന്താ ചെയ്യാ? ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല മാഷേ. അതെ, താങ്ക് യു. ഫിറോസെ ആണോ പെണ്ണോ? ആൺകുട്ടിയാ. ടീച്ചറെ
ഫിറോസെ ഇതുമ്മ ഒതുക്കി കളയരുത് കേട്ടോ. എന്ത് പ്രസവോ? അല്ല മാഷെ, ചെലവ്. ഓ അല്ല, നമ്മളെ ബെൽബട്ടൻ സാറ് വന്നില്ലേ? പുറത്തുണ്ട്. ഷുഗർ ഒന്നും ഇല്ലല്ലോ മാഷേ? മാഷേ, അന്ന് അറിയാതെ സംഭവിച്ചു സാർ. മോനെ, മക്കൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അതൊക്കെ പൊറുക്കാനും മറക്കാനും ഈ ലോകത്ത് ഒരു കൂട്ടർക്കേ കഴിയൂ, മാതാപിതാക്കൾക്ക്. അതുപോലെ തന്നെ അധ്യാപകരും. വീട് വിട്ട് സ്കൂളിന്റെ പടി കയറിയാ പിന്നെ നിങ്ങളൊക്കെ ഞങ്ങൾ മക്കളല്ലേ? എന്താ സാറല്ല, പോട്ടെ. നിങ്ങൾ ഇവിടെ കെട്ടിപ്പിടിച്ച സ്നേഹം പങ്കിട്ട് തീർക്കല്ലേ? ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ നിങ്ങളെ? പഴയ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ, വില്ലത്തിനൊക്കെ ഇപ്പോഴുണ്ടോ അല്ലെങ്കിൽ കെട്ടിപ്പൊട്ടി വെച്ചോ? പഴയ വില്ലന്മാരൊക്കെ ഇപ്പൊ നല്ല റോഡ് ചെയ്തു തുടങ്ങി സാറേ. നമുക്കെന്നാ ഹാളിലേക്ക് പോയാലോ? ജോണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന, നമുക്ക് പോവാം. എല്ലാവരും വരി. തല്ലുപിടിച്ചും വഴക്കടിച്ചും തമ്മിൽ പാരവെച്ചും കഴിച്ചുകൂട്ടിയ ആ കാലഘട്ടത്തിന്റെ ഓർമ്മ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നീറുന്ന അടയാളമായിട്ടാണ് അവശേഷിക്കുന്നത്. നാസർ മാഷയുടെ കണ്ണ് അന്ന് ഞങ്ങളുടെ അക്രമത്തിൽ നഷ്ടപ്പെട്ടതാണ്. നിമിത്തമെന്ന് പറയട്ടെ, എന്തോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് ഞങ്ങൾക്കിടയിലുള്ള ശത്രുതകളൊക്കെ മറന്ന് പുതിയ കൂട്ടുകെട്ടിന്റെ കെട്ടുറപ്പോടെ പുത്തൻ സംവാക്യം ഞങ്ങളിൽ അറിയാതെ വന്നു ചേരുകയായിരുന്നു. ഋഷി പറഞ്ഞത് മറ്റൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സമ്പത്തുള്ളവർക്ക് എന്നുകൊണ്ട് അതില്ലാത്തവർക്ക് പട്ടിണിയും പരിവട്ടവും ഒക്കെ തന്നെ. ക്യാൻസർ രോഗികൾ, അതുപോലെ കിഡ്നി ഫെയിലിയേഴ്സ്, കൂലിവേല ചെയ്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വരുന്നവർ, ഇതേപോലെ രോഗക്കിടക്കയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ആൾക്കാർ, ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന യാതനകൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ നേരെ നമ്മളെല്ലാവരും ഒന്ന് കണ്ണു തുറക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഞങ്ങൾ കളക്കപ്പെടുത്തിയ സ്കൂളിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു 5-8 പേര് ചേർന്ന് ഇന്നൊരു സംരംഭമാക്കി തുടങ്ങിയിരിക്കുകയാണ്. സൗഹൃദം എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത്. സൗഹൃദം ചികിത്സാ സഹായ കമ്മിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രോഗികളുണ്ട്. അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ വഴി, ഞങ്ങളെ മാതൃകയാക്കുക വഴി പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വയം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ പ്രാർത്ഥന കൂടി വേണം. ആ ഒരു ചെക്ക് ലീഫ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അധ്യാപകൻ നാസർ മാഷ് ക്ഷണിക്കുന്നു. ജോണേ, അത് മാഷോടെ സാറേ വരി. അങ്ങോട്ട് ചേർന്നു ഇവിടെ പിടിച്ചോട്ടെ. ഇനിയുള്ള തലമുറയ്ക്ക് അനുകരിക്കാം. ഇപ്പോഴാണ് ഇരട്ടി മധുരായത്. ഇരട്ടി മധുരല്ല മാഷേ, ഇത് ട്രിപ്പിൾ മധുരാ. അൽഹംദുലില്ലാ, ഇപ്പളാ ബർക്കത്തായത്. ഇതവിടെ കൊണ്ട് മനസ്സിന് കൗതുകം ഉളവാക്കുന്നത് എന്തും എടുത്തു സൂക്ഷിക്കുന്ന പതിവ് എനിക്കുണ്ട്. അങ്ങനെ ഒരു ശേഷിപ്പാണ് ഇത്. നിങ്ങളുടെ കൂട്ടത്തിലെ മുന്തിയ പാരയായ തൊരപ്പൻ ഷിജു എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇവൻ അന്ന് എനിക്ക് കൊണ്ടുതന്ന കത്താണിത്. കത്തിവൻ്റെതല്ല, ജുബേരിയ ഫിറോസിന് എഴുതി കൊടുത്ത ലവ് ലെറ്ററാണിത്. അവരുടെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറി മോഷ്ടിച്ചെടുത്ത് എനിക്കെന്ത് ലെറ്ററാ? അപ്പോ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇനി ഇത് നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് വായിക്കും. കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകൾ എല്ലാവർക്കും എന്നും എപ്പോഴും മനസ്സിന് സുഖമുള്ള ഒരു അനുഭൂതി തന്നെയാണ്. ദൈവം മണ്ണിലിറങ്ങി വന്ന് ഒരു വരം ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുക ആ കുട്ടിക്കാലം തന്നെയായിരിക്കും. ലാവുദിക്കണ ചേലില് പൂത്തനി പുഞ്ചിരിയെന്റെ മുഹബത്ത് നീ പതുക്കനെ ചാരത്ത് ചേരുമ്പോൾ മൂളിക്കേൾക്കണ കുഞ്ചല് മൂളിക്കേൾക്കണ കുഞ്ചല്
ഇരമ്പണ പ്രേമ കടലായി